ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും ഈസി ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു യോക്ക് പാറ്റേൺ കുർത്തിയാണ് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കുർത്തിക്ക് വേണ്ടി ഞാൻ 2.25 മീറ്ററാണ് ഫാബ്രിക് എടുത്തിട്ടുള്ളത്. പിന്നെ കുർത്തിക്ക് വേണ്ട ലൈനിങ് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് യോക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ട് 14 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയും വരുന്ന പ്രിൻറ്റഡ് മെറ്റീരിയലുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് ഇതുപോലെ 4 മടക്കിയിട്ട ശേഷം നമ്മുടെ മെഷർമെൻറ്റ്സ് ഒന്ന് അതിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആം ഹോൾ ലെങ്ത്ത് 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ പോയിൻറ്റ്സുകൾ തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് ഞാനിവിടെ 10 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 11 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ടാപ്പ് ഇതുപോലെ വെച്ച് 14 ഇഞ്ച് ലെങ്ത്തിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഷേപ്പ് ഞാനിവിടെ 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പോയിൻറ്റ്സുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. നമ്മളിത് സൈഡിൽ സ്ലിറ്റുള്ള കുർത്തിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 21 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മുടെ ഹിപ്പിൻ്റെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഹിപ്പ് വിട്ട് ഞാനിവിടെ 11 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കുർത്തിയുടെ ടോട്ടൽ ലെങ്ത്ത് നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ലൈനിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ലൈനിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ 42 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബോട്ടം വിട്ടും നമുക്ക് 12 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിൻറ്റ്സുകൾ തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാം. ഇനി ഈ ലൈനിലൂടെ നമ്മുടെ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ലൈനിങ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് തുണി നമുക്ക് വേണ്ട വിധത്തിൽ ഒന്ന് 4 മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് മെയിൻ ഫാബ്രിക്കിന് മുകളിൽ വെച്ച് ഇതേ ഷേപ്പിൽ മെയിൻ ഫാബ്രിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് വെച്ച് മെയിൻ ഫാബ്രിക് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. തുണി ആദ്യം ഒന്ന് 4 മടക്കിയിട്ട ശേഷം നമുക്ക് ആം ഹോൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8.5 ഇഞ്ചാണ് ഞാനിവിടെ സ്ലീവിൽ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് സ്ലീവിൻ്റെ ഷേപ്പ് 3 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ ഷോൾഡർ വരുന്ന പോർഷനിൽ 3 ഇഞ്ചിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിന് വേണ്ട ടോട്ടൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 15 ഇഞ്ചിലാണ് സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ 2 സ്ലീവ് നമ്മൾ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ്ങിൽ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. നെക്ക് വിട്ട് ഞാനിവിടെ 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാനിവിടെ 5.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പോയിൻറ്റ്സുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ബോക്സിൻ്റെ കോർണറിൽ ടാപ്പ് ഇതുപോലെ വെച്ച് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലൂടെ നമ്മുടെ നെക്ക് റൗണ്ടിലൊന്ന് വരച്ചെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ബാക്ക് നെക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ. ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം അതിൽ നിന്ന് ബാക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് വെച്ച് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിൽ യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് വരുന്ന ഭാഗത്ത് ജോയിൻ ചെയ്യേണ്ട യോക്ക് പീസ് ഇതുപോലെ ഒന്ന് കറക്റ്റായി വെച്ച് കൊടുക്കാം. എന്നിട്ട് റൗണ്ടിൽ നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു യോക്ക് പീസ് കുർത്തിയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നെക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ യോക്ക് പീസിൻ്റെ 3 സൈഡും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യോക്ക് പീസിൻ്റെ 2 കോർണറും നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ യോക്ക് പോർഷൻ ഫ്രണ്ട് പാർട്ടിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഷോൾഡറുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് ഷോൾഡർ നമ്മളിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൽ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടി നേരത്തെ യോക്ക് പീസിൽ വെച്ച സെയിം മെറ്റീരിയൽ 12 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഉൾവശത്ത് ഈ ഒരു പീസ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് ആദ്യം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി
ഇനി ഈ ഒരു പീസ് സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്ത ശേഷം കറക്റ്റായിട്ട് വെച്ച് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പീസിൻ്റെ മുകൾ വശം വന്നിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ച് സ്ലീവ് ടോപ്പ് പാർട്ടുമായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവും ഞാനിവിടെ ടോപ്പ് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അറ്റം മുതൽ ഹിപ്പ് വരെ 1 ഇഞ്ച് വിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹിപ്പിൻ്റെ താഴേക്ക് ഇതുപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി ചേർത്ത് പിടിച്ച് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുർത്തിയുടെ അടിവശം വന്നിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയി തന്നെ ഈ ഒരു യോക്ക് പാറ്റേൺ കുർത്തി ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്